ഈ UDF-ലെ വിശേഷിച്ച് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ് ഇപ്പോൾ 2-3-4 ദിവസമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഇന്നും ഇന്നലെയുള്ളതല്ല, എത്രയോ കാലം മുമ്പ് മുതൽക്ക് കോൺഗ്രസിനകത്തുള്ളതാണ്. അതിനാണ് ഈ പല ഗ്രൂപ്പായി പല പാർട്ടിയായും കോൺഗ്രസ് മാറിയത്. ഇപ്പോഴുള്ള ജനതാ പാർട്ടി, കോൺഗ്രസ് എസ്, മറ്റേ തൃണമൂൽ കോൺഗ്രസ്, ഇതൊക്കെ കോൺഗ്രസ് പോയതല്ലേ, കോൺഗ്രസ് പോയതാണുള്ളതൊക്കെ. ഈ തവണ അധികാരം കിട്ടിയില്ലെങ്കിൽ UDF-ന്റെ അവസ്ഥ എന്തായിരിക്കും? കുറഞ്ഞ് പറ്റാണ് പോകും. ലീഗ് തന്നെ പോകുമല്ലോ. ഈ പ്രാവശ്യം കൂടി ഞങ്ങൾ ജയിച്ച് മൂന്നാം മുന്നണി വന്നാൽ, മൂന്നാം പിണറായി വന്നാൽ കോൺഗ്രസിൻ്റെ ലീഗിൻ്റെയും ഭാവി അപകടമാണെന്ന് അവർക്കറിയാം. അതിനവർ BJP-നെ പിടിച്ചിട്ടെങ്കിലും നിലനിൽക്കാൻ നോക്കും. ഈ മുസ്ലിം ലീഗിനോട് ഒരു അസ്പർശിത തൊട്ടുകൂടായ്മ ഇപ്പോഴും ഉണ്ടോ CPM-ന്? ഉറപ്പല്ലേ. BJP-യോടുള്ളതിൻ്റെ 3/4 ഭാഗം ലീഗിനോടുണ്ട്. BJP-യോട് എന്താ എതിർപ്പ്? അഖിലേന്ത്യാ വർഗീയ ശക്തിയായി വളരാൻ കഴിവ് ഇവർക്ക് അതില്ല. ഇവിടെ ഇങ്ങനെ കുത്തിത്തിരിക്കല്ലാതെ പാകിസ്ഥാൻ ഉണ്ടാക്കി പോയി, ബംഗ്ലാദേശ് ഇപ്പുറം പോയി, അഫ്ഗാനിസ്ഥാനും പോയല്ലോ. ഇതൊക്കെ ഇന്ത്യയിൽ നിന്ന് പോയതാണെന്ന് അറിയില്ലെങ്കിൽ. അല്ല, ഇപ്പൊ ഈ 2-3 മാസത്തിനുള്ളിൽ കേരളത്തിൽ വീണ്ടും UDF-ന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിടുന്ന ഒരു പാർട്ടി മുസ്ലിം ലീഗ് ആയിരിക്കും. കോൺഗ്രസിനുണ്ട് ആ പ്രതിസന്ധി. കോൺഗ്രസിലെ കുറച്ച് നേതാക്കന്മാർക്ക് വേണമെങ്കിൽ BJP പോവാം. മുസ്ലിം ലീഗ് എന്ത് ചെയ്യാൻ പറ്റും? മുസ്ലിം ലീഗ് ഓല് എന്തും ചെയ്യുന്ന പാർട്ടിയാണ്. ഓല് എന്തും ചെയ്യും. അതിന് എന്താണെന്ന് ഞാൻ അപ്പം പറയുന്നില്ല. അവർക്ക് മതമുണ്ടോ? ഇല്ല. ഞങ്ങൾ മതേതരത്വമാണ്. രാഷ്ട്രീയമുണ്ടോ? അല്ല, ഞങ്ങൾ സമുദായത്തിൻ്റെ ന്യൂനപക്ഷത്തിൻ്റെ ഗുണത്തിനാണ്. രാഷ്ട്രീയമില്ല, മതമില്ല. ഉണ്ടെങ്കിൽ രണ്ടും ഉണ്ട്. പോലും അത്യാവശ്യം കച്ചവടം ചെയ്യും, 2 പോലും ഇല്ല. ഇത് മതം പറയുമ്പോൾ മതേതര പാർട്ടിയാണ്. രാഷ്ട്രീയം പറയുമ്പോൾ രാഷ്ട്രീയമൊന്നുമില്ല, ഞങ്ങൾ ന്യൂനപക്ഷ രക്ഷ മാത്രമാണ്. ഇതാണ് കള്ളക്കളി എന്ന് പറയുന്നത്.